ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബെഡ്ഷീറ്റിൽ എംബ്രോയ്ഡറി ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് മടക്കി വെച്ചിട്ടിരിക്കുന്ന ഒരു പിക്കാണ് നിങ്ങളിൽ കാണുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ പില്ലോ കവറിലും എംബ്രോയ്ഡറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ മാത്രം കുറച്ച് അകത്തിയാണ് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2 പില്ലോ കവറിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ടിലിൽ നിവർത്തിയിട്ടാൽ ഇതുപോലെ ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ എംബ്രോയ്ഡറി ഫ്രെയിം വാങ്ങണം. എന്നിട്ട് ഈ പ്ലെയിൻ ബെഡ്ഷീറ്റിലേക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റെ കയ്യിൽ ആരി എംബ്രോയ്ഡറി സ്റ്റാൻഡുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ എംബ്രോയ്ഡറി ഫ്രെയിം ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് തുടങ്ങാം. നിങ്ങളുടെ കയ്യിൽ ആരി എംബ്രോയ്ഡറി സ്റ്റാൻഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയ സൈസ് എംബ്രോയ്ഡറി ഫ്രെയിം വാങ്ങിയാൽ മതി. ഇനി നമുക്ക് വേണ്ടത് 6 സ്ട്രാൻഡ്സിൻ്റെ ഒരു നൂലാണ്. ഞാനിവിടെ റോസ് കളറിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലവർ ഫുള്ളും ചെയ്തു കൊടുക്കുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഫ്ലവറാണ്. ആദ്യം സൂചി മുകളിലേക്ക് ഇതുപോലെ പൊക്കി കൊടുക്കണം. പൊക്കി കൊടുത്തിട്ട് ഒരു കൈ കൊണ്ട് നൂലിൽ ഇതുപോലെ പിടിച്ച് സൂചി 2 പ്രാവശ്യം ചുറ്റി ആ സൂചി മുകളിലേക്ക് പൊക്കി അവിടെ തന്നെ സൂചി താത്തി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഡോട്ട് പോലെ ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ഒരു ഡോട്ട് ഇട്ടിട്ട് അതിൻ്റെ ചുറ്റും ഒരു 6 ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കുറേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ നേരം ഇതിൽ ഇരിക്കാൻ സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. കാരണം ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ ചെയ്ത് വരുമ്പോൾ മടുക്കും. ഒരേ ഡിസൈൻ തന്നെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ മടുക്കും. പിന്നെ നമുക്ക് പകുതി വെച്ച് നിർത്തേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഡിസൈൻ തന്നെ എടുക്കുക. അത് കുറച്ചുകൂടി അകത്തി ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ അറ്റത്ത് മാത്രം ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഫുള്ളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി അകത്തിയോ അല്ലെങ്കിൽ സൈഡിൽ മാത്രമായിട്ടോ ചെയ്ത് കൊടുത്താലായിട്ട് മതി. ഇപ്പം ഞാനൊരു ഫ്ലവർ കണ്ടോ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റ് സ്റ്റിച്ചുകളൊക്കെ ചെയ്യുന്ന പോലെ എന്ന് വെച്ചാൽ സാറ്റിൻ സ്റ്റിച്ച്, ലേസി ഡേസി അതൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സാരി, ബെഡ്ഷീറ്റ്, ടേബിൾ ക്ലോത്ത് ഇതിലൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ ചെയ്ത ആ ഫ്ലവർ തന്നെയാണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്തോരം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്താൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ ആദ്യം കുറച്ച് അടുപ്പിച്ചൊക്കെയാണ് ചെയ്തത്. ചെയ്ത് നിന്നപ്പോൾ എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് അകത്തി ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്ത് തീർത്തു. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഇതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം അതൊന്ന് കമൻറ്റ് ബോക്സിലും കൂടി പറയുക. ഇനി ചെയ്യുന്നത് ഈ ഫ്ലവറിന് ഒരു ചെറിയ തണ്ട് കൊടുക്കണം. അതിനായിട്ട് 6 സ്ട്രാൻഡ്സ് നൂല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തോരം നീളം അതിന് വേണോ ആ നീളം അനുസരിച്ച് കുറച്ച് താഴത്താക്കി സൂചി മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് ഫ്ലവറിൻ്റെ അങ്ങോട്ട് തന്നെ സൂചി താത്തി കൊടുക്കുക. എന്നിട്ട് സൈഡിൽ നിന്നും ഇതുപോലെ ചരിച്ചൊരു ലൈൻ കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു തണ്ട്. ഇതിനെ തണ്ടെന്നൊക്കെ പറയാം. ചെറുതാകുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ തണ്ടിലേക്ക് നമ്മൾ സൈഡിൽ നിന്നും ഒരു ചെറിയ ലൈൻ കുത്തി കൊടുക്കത്തില്ലേ, അത് ഞാൻ 2 സൈഡിലേക്കും എനിക്ക് തോന്നിയ പോലെ കുത്തി കൊടുക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് തോന്നിയ പോലെ അങ്ങ് കുത്തി കൊടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നും വേണ്ട. അത് ഓർഡർ ഇല്ലാതെ വരുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുക. അതുപോലെ തന്നെ ലൈൻ വരച്ചിട്ടൊന്നും ഈ ഫ്ലവർ ചെയ്യണ്ട. നമുക്ക് തോന്നിയ വാസം ചെയ്താൽ മതി. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ടിരിക്കുക. ഞാനിത് ചെയ്ത് തീർക്കാൻ ഏകദേശം ഒരു 12-13 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ടൈമുള്ളവർ മാത്രം ഇതിലേക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നത്തില്ല. അങ്ങനെ ഇരുന്ന് ചെയ്ത് പതിയെ തീർത്തെടുത്താൽ മതി. വെറുതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല മാർഗ്ഗമാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വെറുതെ വീട്ടിലിരിപ്പുണ്ട്, അവർക്ക് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.